ലഹരിക്കെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തി വ്യാപാരി സമൂഹം. എടത്തല ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാറും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധി സഹകരണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനം കുന്നത്തുനാട് MLA PV ശ്രീനജൻ നിർവഹിച്ചു. എടത്തല ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സെമിനാറും ഇഫ്താർ സംഗമവും നവ്യാനുഭവമായി. സമൂഹത്തിൽ ലഹരി ഉൾപ്പെടെയുള്ള ജീർണതകൾക്കെതിരെ ഒറ്റക്കെട്ടായ പ്രതിഷേധമായി വേദി മാറി. എടത്തല രാജീവ് ഗാന്ധി സഹകരണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം കുന്നത്തുനാട് MLA PV ശ്രീനജൻ നിർവഹിച്ചു. ചേംബർ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ MM യോഗത്തിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MM അൽത്താഫ്, അങ്കമാലി ഭദ്രാസനാധിപൻ യൂഹനോൻ മാർ പോളിക്കോർപ്പോസ് തിരുമേനി, യാക്കോബായ സഭ സെക്രട്ടറി ജേക്കബ് C മാത്യു, ശരീഅത്ത് അക്കാദമി ചെയർമാൻ മൗലവി അബ്ദുസലാം ഓണംപിള്ളി, അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ, ചേംബർ രക്ഷാധികാരി ബോബൻ മാളിയേക്കൽ, CPIM കോലഞ്ചേരി ഏരിയ സെക്രട്ടറി KK ഏലിയാസ്, എടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രാജേഷ്, വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KM ഷംസുദ്ദീൻ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം K രവിക്കുട്ടൻ, നൊച്ചിമ സേവന ലൈബ്രറി പ്രസിഡന്റ് PC ഉണ്ണി, പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. ശ്രീനാരായണ ഗുരു ഏറ്റവും ശക്തമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജാതിയുടെ കാര്യത്തിലാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് ഗുരു പറയുകയുണ്ടായി. അതുപോലെ തന്നെ വളരെ ശക്തമായി പറഞ്ഞതാണ് മദ്യം. അത് വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നുള്ളത്. മദ്യപാനം മൂലം സംഭവിക്കുന്ന വിപത്തുകളെക്കുറിച്ചും ശ്രീനാരായണ ഗുരുദേവൻ അക്കാലത്ത് തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ദ്രാവക രൂപത്തിൽ മാത്രമല്ല മറ്റു പല രൂപങ്ങളിലും ലഹരി നമ്മുടെ പുതിയ തലമുറയിലേക്ക് അതിശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള വലിയൊരു മുന്നേറ്റത്തിൻ്റെ തുടക്കമായിട്ട് ഞാനത് കാണുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പോക്ക്. പഴയ നിയമത്തിൽ ശൗൽ രാജാവ് വളരെ ദൈവത്തിന് ഇഷ്ടമുള്ളവനായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ വഴികൾ മാറുന്നുണ്ട്. വേദപുസ്തകത്തിൽ പറയുന്നത് ശൗലിൽ ഒരു അശുദ്ധാത്മാവ് പ്രവേശിച്ചു, ദൈവാത്മാവ് ഇറങ്ങിപ്പോയി. ദൈവാത്മാവ് കൂടിയിരിക്കേണ്ട മനുഷ്യനിൽ അശുദ്ധാത്മാവ് കയറുന്നതാണ് ലഹരി. അപ്പോൾ അവനെ അപ്പനെ തിരിച്ചറിയില്ല. ഇന്നലെ നിങ്ങൾ കണ്ടു കാണും അപ്പനെ ചവിട്ടിക്കൊന്ന മകനെ കുറിച്ച്. ലഹരിയുടെ കുഴപ്പമാണ്. പെറ്റ അമ്മയുടെ നേരെ വാളോങ്ങിക്കൊണ്ട് നീ എന്നെ പ്രസവിച്ചത് എന്തിനെ എന്ന് വാൾ വീശണമെങ്കിൽ അവനിൽ നല്ല ആത്മാവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയും അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കളമശ്ശേരി പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിന്റെ പേര് പറയേണ്ടതില്ല. ആ നിലക്ക് ഇത് വളർന്ന് പന്തലിച്ചിരിക്കുന്നു. നമുക്കറിയാം മതങ്ങള്, വാല്യൂസിന്റെ പ്രത്യേകത. നമ്മൾ ഇത്ര മാത്രം എടുത്താൽ എനിക്ക് ഏറ്റവും ഈ ജീവിതം, നമ്മളെ മര്യാദയുള്ള ജീവിതം, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മനുഷ്യരെ എന്നത് ഒന്ന് നമുക്കറിയാം. യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിട്ടേച്ച് പോയതിൽ ഏറ്റവും നല്ല വാചകം ലഹരിയുമായി ബന്ധപ്പെട്ടാണ് പ്രവാചക മതങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രമാണം നിങ്ങൾ ലഹരി ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് യേശുക്രിസ്തു വിട്ടേച്ചു പോയ, എന്നെ ഏറെ ചിന്തിപ്പിച്ച, എന്നെ ഏറെ അല്ലെങ്കിൽ പ്രചോദിപ്പിച്ച വാക്ക് എന്നത് നീ ലോകത്തുള്ള മുഴുവൻ നേടി. നേരത്തെ ഇവിടെ പറഞ്ഞു സമ്പത്തുണ്ട്, സൗകര്യങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. സൗകര്യമല്ല, സ്നേഹവും കരുതലുമാണ്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KS ഇബ്രാഹിം ലഹരി വിരുദ്ധ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. ITC പെരിങ്ങാല പ്രിൻസിപ്പൽ അംഹർ MS ഇഫ്താർ സന്ദേശം നൽകി. സണ്ണി പാലക്കാപ്പിള്ളി, സിയാദ് TK, സുരേന്ദ്രൻ മോനിപ്പിള്ളി, അസീർ എടത്തല, മനാഫ് എടത്തല, ഫൺമുഖൻ പൂക്കാട്ടുപടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചേംബർ രക്ഷാധികാരി ഹുസൈൻ കുന്നുകര നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.